بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് തുടരുകയാണ്. ഇസ്ലാമിക ജീവിതത്തിന്റെ പൂർണ്ണമായ ഒരു ക്രമം ഇന്നലെ നമ്മൾ നൽകുകയുണ്ടായി. ഇൽമിൽ നിന്ന് തുടങ്ങുന്നു, നേടിക്കഴിഞ്ഞ ഇൽമ് പ്രാവർത്തികമാക്കുന്നു, ഇൽമ് നേടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അക്കാര്യം നമ്മൾ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുന്നു അഥവാ പ്രബോധനം ചെയ്യുന്നു. ഈ മൂന്ന് കാര്യങ്ങളിലും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ക്ഷമയാണ്. ആ ക്ഷമ അവലംബിക്കുന്നു. ഇതാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ ഒരു ക്രമം. ഏതൊരാളും വിട്ടുവീഴ്ചയില്ലാതെ ഉറപ്പിക്കേണ്ട ക്രമം ഇതാണ്. ഇല്ലല്ലദീന ആമനു, ആദ്യം ഇൽമ് നേടി ആ ഇൽമ് സുദൃഢമാകുമ്പോൾ ഈമാനായി തീരുന്നു. വഅമിലുസ്സാലിഹാത്ത്, ആ കാര്യങ്ങൾ ഇൽമ് നേടിയിട്ടുള്ള ആ കാര്യങ്ങൾ മനസ്സിൽ ഈമാനായി സുദൃഢമായി കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ കർമ്മപദത്തിൽ കൊണ്ടുവരുന്നു. വതവാസൗ ബിൽ ഹഖ്, ആ സത്യം മറ്റുള്ളവർക്ക് വസിയ്യത്ത് ചെയ്യുന്നു, അഥവാ മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്ത് നടത്തുന്നു. വതവാസൗ ബിസ്സബ്ർ, ഇതത്രയും ഒരു ഇസ്ലാമിക ജീവിതത്തിന്റെ ഈ മൂന്ന് മണ്ഡലങ്ങളും, അഥവാ ഇൽമു നേടുന്ന, അത് പ്രാവർത്തികമാക്കുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളും അത്യധികം ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ക്ഷമ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെറുതായി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സബ്ർ, എന്താണ് ക്ഷമ? സാധാരണ മലയാളത്തിൽ നമ്മൾ ക്ഷമ എന്നൊരു വാക്കിൽ അത് പരിഭാഷപ്പെടുത്തും. എന്നാൽ എന്താണ് ക്ഷമ കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് നമുക്കറിയുകയുമില്ല. മറിച്ച് എന്താണ് ക്ഷമ എന്നത് ഈ സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. ക്ഷമ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളുടെ ആകത്തുകയാണ്. ഒന്നാമത്തെ കാര്യം ഹബ്സുൻ നഫ്സി അലാ ത്വാഅത്തില്ലാഹ്, ഹബ്സുൻ നഫ്സി അലാ ത്വാഅത്തില്ലാഹ്,
ഒരാൾ അയാളുടെ മനസ്സിനെ ഹബ്സ് ചെയ്യലാണ്, തടഞ്ഞുവെക്കലാണ്. അലാ ത്വഅത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കുള്ള അനുസരണത്തിൽ, അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ സ്വന്തം മനസ്സിനെ ആ കാര്യത്തിന്മേൽ തടഞ്ഞുവെക്കലാകുന്നു ക്ഷമയുടെ ആദ്യപടി. 5 നേരം നമസ്കരിക്കണം, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അത് ത്വഅത്താണ്. അത് ചെയ്യാൻ പലപ്പോഴും മനസ്സ് സമ്മതിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ മനസ്സിനെ ആ കാര്യത്തിന്മേൽ ഹബ്സ് ചെയ്യണം, തടഞ്ഞുവെക്കണം. ഇതാണ് ക്ഷമയുടെ ആദ്യത്തെ രീതി. ക്ഷമയുടെ ആദ്യത്തെ രീതി അതാണ്, ഹബ്സുൻ നഫ്സ് അലാ ത്വഅത്തില്ലാഹ്. ഇതുകൊണ്ട് മാത്രമായോ? ഇല്ല. ക്ഷമയുടെ അടുത്ത ഘട്ടം എന്താണ്? അടുത്ത ഘട്ടം ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ലാഹ്. ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ലാഹ്. കറക്റ്റായിട്ടുള്ള ഡിവൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് പ്രസന്റേഷൻ ഫയലിൽ കാണാവുന്നതാണ്. ഒന്ന് ഹബ്സുൻ നഫ്സി അലാ ത്വഅത്തില്ലാഹ്, രണ്ടാമത്തേത് ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ലാഹ്. ഹബ്സുൻ നഫ്സ്, നമ്മുടെ മനസ്സിനെ നമ്മൾ തടഞ്ഞു വെക്കണം. അൻ മഹാരിമില്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന്. ആദ്യം പറഞ്ഞത് അള്ളാഹുവിന് ത്വാഅത്താകുന്ന വഴിപ്പെടലാകുന്ന കാര്യത്തിന്മേൽ മനസ്സിനെ തടഞ്ഞു വെക്കണം, അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. രണ്ടാമത്തേത് നമ്മുടെ മനസ്സ് അള്ളാഹ് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വെമ്പൽ കാണിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ മനസ്സിനെ അനുവദിക്കരുത്, മറിച്ച് മനസ്സിനെ നമ്മൾ തടഞ്ഞു വെക്കണം. മഹാരിമുല്ലാഹ്, അള്ളാഹു നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കണം. ഇതാണ് ക്ഷമയുടെ രണ്ടാമത്തെ ഘട്ടം. ഇനി മൂന്നാമതൊന്നും കൂടെയുണ്ട് ക്ഷമ. എന്താണ് മൂന്നാമത്തെ കാര്യം? ഹബ്സുൻ നഫ്സി അനി തസഖുതി അലാ അഖ്ദാരില്ലാഹ്. ഇത് കൃത്യമായി തന്നെ മനസ്സിലായി പോകണം, ഒരു ധൃതിയുമില്ല. ഹബ്സുൻ നഫ്സ്, മൂന്നാമത്തെ കാര്യം ഞാനിവിടെ ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്യാം. ഹബ്സുൻ നഫ്സ്, നമ്മുടെ നഫ്സിനെ നമ്മൾ ഹബ്സ് ചെയ്യണം, തടഞ്ഞു വെക്കണം. ഹബസ യഹ്ബിസു, ഹബ്സുൻ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കലാണ്. അന്നഫ്സ്, നമ്മുടെ നഫ്സിനെ, അനിത്തസഖുതി, നമ്മൾ കോപവും വെറുപ്പും കാണിക്കുന്നതിൽ നിന്ന്. ഏതിനോട്? അലാ അഖ്ദാരില്ലാഹ്, അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ളതെന്തോ ആ വിധിയോട് ഒരു തരത്തിലുള്ള കോപമോ വെറുപ്പോ കാണിക്കരുത്. അള്ളാഹു എന്തു തന്നെ നമുക്ക് വിധിച്ചാലും ആ കാര്യത്തെ സന്തോഷപൂർവ്വം നമ്മൾ ഏറ്റുവാങ്ങണം. മറിച്ച് അത് സന്തോഷത്തോടു കൂടി ആ കാര്യത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിൽ വെറുപ്പും വിമ്മിട്ടവും പ്രതിഷേധവും ഒരാൾ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അയാൾ ക്ഷമയില്ലാത്തവനാണ്, ക്ഷമകേട് കാണിക്കുന്നവനാണ്. അപ്പോൾ ഏതൊരാൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിന്മേൽ മനസ്സിനെ തളച്ചിടുന്നുവോ അയാൾക്ക് ക്ഷമയുടെ ഒരംശമുണ്ട്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാൻ വെമ്പൽ കാണിക്കുമ്പോൾ അനുവദിക്കാതെ മനസ്സിനെ തടഞ്ഞു വെക്കുന്നുവോ അയാൾക്ക് ക്ഷമയുടെ രണ്ടാമത്തെ വശം കൂടിയുണ്ട്. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങൾ എന്തുമാകട്ടെ, അവന്റെ വിധി അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള തന്മനസ്സ് കാണിക്കുന്നുവെങ്കിൽ അയാൾ ക്ഷമ പൂർണ്ണർത്ഥത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഈ 3 കാര്യങ്ങളുടെയും ആകത്തുകയാണ് ക്ഷമ. ഇങ്ങനെയുള്ള ക്ഷമ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. ഇന്നമാ തുനാലു വലായത്തുല്ലാഹ് വൽ ഇമാമത്തു ഫിദ്ദീൻ ബിൽ യഖീനി വസ്സബ്ർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒന്നിലധികം സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ അവസാനമായി നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. ആ വാചകം നിങ്ങൾ നോക്കൂ. ഇന്നമാ തുനാലു വലായത്തുല്ലാഹി വൽ ഇമാമ ഫിദ്ദീൻ ബിൽ യഖീനി വസ്സബ്ർ. ഇന്നമാ തുനാൽ, ലഭിക്കുന്നത്, കരസ്ഥമാകുന്നത്, വലായത്തുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹവും അള്ളാഹുവിന്റെ പിന്തുണയും
അള്ളാഹുവിന്റെ സ്നേഹവും സഹായവും, അതിനാണ് വലായത്ത് എന്ന് പറയാം. അൽ വലായത്തു ഹുവൻ നസ്റു വത്തഈദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം, അവന്റെ സഹായം, അവന്റെ പിന്തുണ, അതാണ് വലായത്ത്. ആ വലായത്ത് നമുക്ക് കിട്ടണമെങ്കിൽ വൽ ഇമാമത്തു ഫിദ്ദീൻ, വൽ ഇമാമത്തു ഫിദ്ദീൻ, ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ഇമാമത്ത്, നേതൃത്വം അള്ളാഹു നമുക്ക് നൽകണമെങ്കിൽ, ഇത് രണ്ടും കിട്ടണമെങ്കിൽ, ഒന്ന് വലായ, ഒന്നാമത്തേത് വലായത്താണ്. വലായത്ത് കിട്ടണമെങ്കിൽ, വലായത്ത് എന്ന് പറയുന്നത് വിലായത്ത് വേറെ, വലായത്ത് വേറെ, ആ രണ്ട് വാക്കുകളും മാറിപ്പോകരുത്. വലായത്തുള്ള, അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ സഹായവും കിട്ടണമെങ്കിൽ അതാണ് വലായത്ത്. രണ്ടാമത്തെ കാര്യം വലായത്തല്ല, അൽ ഇമാമത്ത് ഫിദ്ദീൻ, ദീനിലുള്ള ഇമാമ, അൽ ഇമാമത്തു ഫിദ്ദീൻ, ദീനിലുള്ള നേതൃത്വം കിട്ടണമെങ്കിൽ അതിന് യോഗ്യത എന്താണ്? അതിനുള്ള യോഗ്യത അൽ യഖീനു വസ്സബ്ർ, അൽ യഖീനു വസ്സബ്ർ. യഖീനും സബ്റുമുള്ള ഒരാൾക്ക് അത് കിട്ടൂ. യഖീനും സബ്റുമുള്ള ഒരാൾക്ക് അത് കിട്ടൂ. എന്താണ് യഖീൻ? ഈമാനിന്റെയും അപ്പുറമുള്ള ഒരു കാര്യമാണ്, ഇൽമിന്റെയും അപ്പുറമുള്ള ഒരു കാര്യമാണത്. ഒരു കാര്യത്തെക്കുറിച്ച് ആ കാര്യം നേരായ വിധത്തിൽ ഗ്രഹിച്ചു, ഒരിക്കലും തെറ്റാത്ത രൂപത്തിൽ, അത് കൂടുതൽ സുദൃഢമാകുമ്പോൾ ഇൽമിൽ നിന്നത് ഈമാനാകുന്നു. ഒരു നിലക്കും എന്തൊക്കെ സംശയങ്ങൾ ആരൊക്കെ ഉന്നയിച്ചാലും അത് ഇളകാതെ ഉറച്ച വിശ്വാസമാകുമ്പോൾ അത് യഖീനാകുന്നു. ആ യഖീനും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ സ്വബറും, അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ മനസ്സിനെ തളച്ചിടാൻ പറ്റുന്നു, അള്ളാഹ് വിലക്കിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കാൻ പറ്റുന്നു. അള്ളാഹുവിന്റെ അഖ്ദാറുകൾ, അവന്റെ വിധികൾ, അള്ളാഹു എന്താണോ നമുക്ക് കണക്കാക്കിയിട്ടുള്ളത്, അവന്റെ ഖദർ, ഖളാ ഖദർ, അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഈ ക്ഷമ ഒരാൾക്ക് കിട്ടി, ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കും. അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലായത്തിന് പുറമെ അൽ ഇമാമത്തു ഫിദ്ദീൻ. ഈ കാര്യത്തിനുള്ള തെളിവെന്താണ്? ഈ കാര്യത്തിനുള്ള തെളിവ് ഞാൻ വൈറ്റ് ബോർഡിൽ ആ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സൂറത്തു സജ്ദയിൽ നിന്നുള്ള ഒരായത്ത്. സൂറത്തു സജ്ദ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹ് നമസ്കാരത്തിന് നമ്മൾ പാരായണം ചെയ്യാറുള്ള ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തു സജ്ദ. ആ സജ്ദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. وجعلناهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. ആയത്തിന്റെ അർത്ഥം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. വജഅൽനാഹും, അവരെ നാം ആക്കിയിരിക്കുന്നു, അഇമ്മത്തൻ, ഇമാമുമാരാക്കിയിട്ടുണ്ട്, നേതാക്കളാക്കിയിട്ടുണ്ട്. ദീനിൽ നേതൃത്വം അള്ളാഹു ആർക്കാണ് നൽകിയത്? ആരെയാണ് ദീനിൽ അള്ളാഹു നേതൃത്വം ഏൽപ്പിച്ചത്? യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങൾക്ക് ഹിദായത്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. ജനങ്ങളെ സന്മഴിയിലേക്ക് ക്ഷണിക്കുന്നത്, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് അവനവന്റെ ഐഡിയ അനുസരിച്ചല്ല, അവനവന്റെ ഹവ അനുസരിച്ചല്ല, അവനവന്റെ യുക്തിയും അവനവന്റെ ലോജിക്കും അനുസരിച്ചല്ല, മറിച്ച് ബി അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം നാം എന്താണോ പറഞ്ഞത് അതേ പ്രകാരം ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്കാണ് ഇമാമത്തുള്ളത്. അത് എപ്പോഴാണ് അവർക്ക് ഇമാമത്ത് കിട്ടിയത്? ലമ്മാ സ്വബറു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇമാമത്ത് നൽകിയത് എപ്പോഴാണ്? ലമ്മാ സ്വബറു. ഞാനത് സർക്കിൾ ചെയ്തിട്ടുണ്ട്. ലമ്മാ സ്വബറു, ഒന്നവര് സ്വബർ കാണിച്ചപ്പോഴാണ്, ഒന്നവര് സ്വബർ കാണിച്ചപ്പോഴാണ്. എന്ന് വെച്ചാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ അതിന്മേൽ മനസ്സിനെ തിളച്ചിട്ടു. അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ് ഒരുങ്ങിയപ്പോൾ മനസ്സിനെ തടഞ്ഞു വെച്ചു. അള്ളാഹു നമുക്ക് കണക്കാക്കിയ ഖളാ ഖദറിൽ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. ഒരിക്കലും ഒരു വെറുപ്പോ ഒരു അതൃപ്തിയോ പ്രകടിപ്പിച്ചില്ല. ഈ സ്വബർ അവർ ഉൾക്കൊണ്ടപ്പോഴാണ്. രണ്ടാമത് വകാനൂ ബി ആയാതിനാ വജഅൽനാഹും അഇമ്മത്തൻ,
യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരെ നമ്മുടെ വചനങ്ങൾ അതിൽ യഖീൻ ഉൾക്കൊള്ളുകയും ചെയ്തു. രണ്ടാമത്തെ യോഗ്യത യൂഖിനൂൻ, അവർക്ക് യഖീൻ ഉണ്ടായിരുന്നു. ആ യഖീനാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ യൂഖിനൂൻ എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള യോഗ്യതയായി പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. അപ്പോ ഒരു ഇസ്ലാം ഈ 4 മസ്അലകൾ നമ്മൾ പഠിക്കണം. 1 ഇൽമ്, 2 അമല്, 3 ദഅവ, 4ാമത്തേത് സ്വബർ. അവിടെ സ്വബറിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഇത് ഇസ്ലാമിക ജീവിതത്തിന്റെ ക്രമം തന്നെയാണ്. ഇൽമ് നേടുക, അമലാക്കുക, ഇൽമ് നേടുകയും അമലാക്കുകയും ചെയ്ത കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, സ്വബർ വേണ്ടതുപോലെ കൈക്കൊള്ളുക. സ്വബറിലൂടെയും യഖീനിലൂടെയും മാത്രമേ ഒരാൾക്ക് ദീനിൽ അല്ലാഹു ഇമാമത്ത് നൽകുകയുള്ളൂ, അള്ളാഹുവിന്റെ വലായത്ത് അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ തെളിവായി ഉദ്ധരിച്ച സൂറത്തുൽ അസുർ അത് ചില്ലറാധ്യായമല്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെ ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഷാഫിഈയുടെ ഖൗലി ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വാക്ക്? ലൗ മാ അൻസലല്ലാഹു ഹുജ്ജത്തൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫതുഹും. ആർക്കും വായിക്കാം, ബോർഡിൽ അത് കൃത്യമായി ഞാൻ തന്നിട്ടുണ്ട്. ലൗ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയിട്ടില്ലെങ്കിൽ തന്നെ, ഹുജ്ജത്തൻ അലാ ഖൽഖിഹി, തന്റെ സൃഷ്ടികളുടെ മേൽ ന്യായപ്രമാണമായി, ഇല്ലാ ഹാദിഹി സൂറ, ഈ അധ്യായമല്ലാതെ മറ്റൊന്നും ഇറക്കിയിട്ടില്ലെങ്കിൽ തന്നെ, ലകഫതുഹും, അത് തന്നെ അവർക്ക് മതിയായതാണ്, മറ്റൊന്നിന്റെയും ആവശ്യമില്ല. അത്ര സമഗ്രമാണ് ഈ അധ്യായം. ഒരു മനുഷ്യന്റെ ജീവിതം, ഇസ്ലാമികമായ ജീവിതത്തെ അയാൾ ചിട്ടപ്പെടുത്തേണ്ടത് ഇപ്രകാരമാണ്: ഇൽമ്, അമല്, ദഅവ, സ്വബ്ർ. കാര്യം അതാണ്. ഈ 4 കാര്യങ്ങളാണ് 4 മസലകൾ. അത് ഇനി ഒരു കാരണവശാലും തെറ്റേണ്ടതില്ല. അത് ഈ ഗ്രന്ഥം പഠിച്ചു നിങ്ങൾ കഴിയുമ്പോൾ ടെസ്റ്റിൽ ഈ കാര്യങ്ങൾ ചോദ്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. വഖാലൽ ബുഖാരി റഹിമഹുല്ലാഹ്, തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. വഖാലൽ ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി. ആരാണ് ഇമാം ബുഖാരി? അബു അബ്ദില്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അൽ-മുഗീറ ഇബ്നു ബർദിസ്ബ അൽ-ജുഅഫി മൗലാഹും അൽ-ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാമുൽ മുഹദ്ദിസീൻ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമായ സഹീഹിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാമാണികമായി പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥം ഇമാം ബുഖാരിയുടെ സഹീഹാണ്. ആ സഹീഹിൽ ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു, വഖാലൽ ബുഖാരിയു. ബുഖാരിയുടെ പൂർണ്ണമായ പേരാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അത് ആ നിലക്ക് പഠിക്കുന്ന ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് പേരൊരിക്കൽ കൂടി ആവർത്തിക്കുക മാത്രം ചെയ്യുന്നു. അബു അബ്ദില്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അൽ-മുഗീറ ഇബ്നു ബർദിസ്ബ അൽ-ജുഅഫി മൗലാഹും അൽ-ബുഖാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത് ജുംലത്തുൻ ഇൻശാഇയ്യത്തുൻ ദുആഇയ്യത്തുൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അത് ഇൻശാഇയായ വചനമാണ്, അതിലൊരു ദുആയാണ് ഉൾക്കൊള്ളുന്നത്. എന്താണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്? റഹിമഹു, അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ അല്ലാഹു എന്ന്. റഹിമഹുല്ലാഹ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, കരുണ എന്നൊന്നും പറഞ്ഞാൽ പോരാ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഉദവി, എല്ലാ അപകടങ്ങളിൽ നിന്നുമുള്ള രക്ഷ. ഇത് അല്ലാഹു അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അത് അല്ലാഹു കഴിഞ്ഞു പോയത് പൊറുക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം ആഗ്രഹിച്ച നല്ല കാര്യങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഭയപ്പെട്ട എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു അദ്ദേഹത്തെ കാവൽ ചെയ്യട്ടെ, അദ്ദേഹത്തെ സംരക്ഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങളും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതാണ് റഹിമഹുല്ലാഹ് എന്ന പ്രാർത്ഥനയുടെ മഅന. അദ്ദേഹം ഒരു അധ്യായം തന്നെ സഹീഹിൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, വായിക്കുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. ബാബുൽ ഇൽമി,
ഖബ്ലൽ ഖൗലി വൽ അമലി. ഇത് അദ്ദേഹം നൽകിയ ഹെഡിങ് ആണ്. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമലി. ബാബുൽ ഇൽം, ഇൽമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായം. ആ ഇൽമ് ഖബ്ലൽ ഖൗലി വൽ അമലി, നമ്മൾ പറയുന്നതയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇൽമ് വേണം എന്ന് ചർച്ച ചെയ്യുന്ന അധ്യായം. ഇൽമ് വേണം എന്ന് പറയുന്ന അധ്യായം. നമ്മൾ ലോഗൗട്ട് ചെയ്യണം. സഹോദരന്മാരെ, ആർക്കെങ്കിലും ഓഡിയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ രണ്ട് മൂന്ന് ആളുകൾ ഓഡിയോ നഷ്ടപ്പെട്ട കംപ്ലൈന്റ് ഉണ്ട്. അത് നിങ്ങളുടെ എന്തിനുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അവര് അതിൽ നിന്ന് ലോഗൌട്ട് ചെയ്ത് രണ്ടാമത് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിന് സാധ്യത ഉണ്ടാവില്ല. നമ്മൾ മാക്സിമത്തിലധികം അറ്റൻഡീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു എന്ന് വരും. പക്ഷെ ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലോഗൌട്ട് ചെയ്യുക. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നതായിരിക്കും നല്ലത്. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ വിചാരണ ചെയ്യുന്നത് നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവർത്തനങ്ങള് ഇവയൊക്കെയാണല്ലോ. നമ്മുടെ മനസ്സിൽ എന്ത് വിശ്വാസമാണ് നമ്മൾ ഉൾക്കൊണ്ടത്, നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ സംസാരിച്ചത്, എന്താണ് നമ്മൾ ചെയ്തത്, ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു വാക്കും, ആ വാക്ക് നമ്മൾ പറയുന്നതിന് മുമ്പ്, ഏതൊരു പ്രവൃത്തിയും അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, ഇത് സത്യമാണോ അതല്ല ഇത് അള്ളാഹുവിങ്കൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്ന, നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുന്ന കാര്യമാണോ, ബാത്തിലായി പോകുമോ, ഇത് നമ്മൾ നോക്കണം. അതുകൊണ്ട് ഇമാം ബുഖാരി പറയുന്നത്, ഒരു വാക്ക് നമ്മൾ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിലെ സംബന്ധിച്ചുള്ള ദീനിന്റെ ശരിയായ ഇൽമ് അത് നമ്മൾ നേടണം എന്നാണ്. ഇൽമില്ലാതെ നമ്മൾ ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് സാധാരണക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ആപത്ത് ഈ വിഷയത്തിലാണ്. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയും ദീനായിട്ട്, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യും ദീനായിട്ട്. അതിന്റെ ശേഷമാണ് അങ്ങനെ പറയാൻ പാടുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നവർ പിന്നെയാണ് ഇൽമന്വേഷിക്കുന്നത്. തെറ്റാണത്. മറിച്ച് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഇൽമ് എന്താണ്, അള്ളാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുന്ന ഇൽമ് അവന്റെ കിതാബിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ചര്യയിലും എന്താണ് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന ഇൽമ് കിട്ടിയിട്ടേ പറയാവൂ, കിട്ടിയിട്ടേ അമല് ചെയ്യാവൂ. ഇൽമ് കിട്ടാത്ത കാര്യം ചെയ്യാതെ വെച്ചേക്കുക. ഇമാം ബുഖാരി തങ്ങൾ ഇത് അടിവരയിട്ടുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. ആ വാചകം നിങ്ങൾ നോക്കൂ. ആ വാചകം നിങ്ങൾ നോക്കിയാൽ ഒരു സംശയമല്ലാത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ലളിതമാണ് ആ വാക്ക്. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമലി. അത്ര സെൽഫ് എവിഡന്റ് ആണ്, സ്വതസ്പഷ്ടമാണത്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി. ചെയ്തു കഴിഞ്ഞിട്ട് ഇൽമന്വേഷിച്ചാ പോരാ, പറഞ്ഞു കഴിഞ്ഞിട്ട് ഇൽമന്വേഷിച്ചാ പോരാ, മറിച്ച് പറയുന്നതിന്റെ മുമ്പ് അതിന്റെ ഇൽമ് അന്വേഷിച്ച് തേടിപ്പിടിച്ച് ശരിയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഇൽമ് തേടിപ്പിടിച്ച് അത് കിട്ടിയെങ്കിൽ ശരിയാണെങ്കിൽ ചെയ്താൽ മതി. ഈ കാര്യം ഇമാം ബുഖാരി തന്നെ തന്റെ സഹീഹിൽ ഒരു തലവാചകമായി ഹെഡിംഗ് ആയി ചേർത്തു. വദ്ദലീലു ഖൗലുഹു തആല. അങ്ങനെ അദ്ദേഹം ഒരു തലവാചകം ചേർത്തതിനുള്ള തെളിവെന്താണ്? അദ്ദേഹം ഇങ്ങനെ ഒരു ഹുക്മ് പറയും തലവാചകമായിട്ട്. അതിനുള്ള തെളിവ് പിന്നീട് ഖുർആനിൽ നിന്ന് കൊടുക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്ന് തന്റെ നിബന്ധനകൾ ഈ ഗ്രന്ഥത്തിൽ ചേർക്കാൻ അദ്ദേഹം വെച്ചിട്ടുള്ള നിബന്ധനകൾ പൂർത്തീകരിച്ച ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് അതിന് ശേഷം കൊടുക്കും. ഇതാണ് ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ രചനാരീതി. ബുഖാരി ഒരു വിഷയം ഹുക്മ് പോലെ അങ്ങ് പറയും.
എന്നിട്ട് ആ ഹുക്കുമിനുള്ള ദലീൽ അതിന്റെ ശേഷം പിന്നെ അദ്ദേഹം കൊടുക്കും. ദലീൽ ആദ്യം കൊടുക്കുന്നത് ഖുർആനിൽ നിന്നുള്ള വചനമുണ്ടെങ്കിൽ അത് കൊടുക്കും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന്, സ്വഹീഹായ ഹദീസിൽ നിന്ന് തന്നെ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകൾ പൂർത്തീകരിച്ചവ അത് അതിന് ശേഷം കൊടുക്കും. ഇവിടെ ഒരു ഹുക്കും അദ്ദേഹം പറഞ്ഞു. എന്തൊന്ന് നമ്മൾ പറയണമെങ്കിലും എന്തൊന്ന് നമ്മൾ ചെയ്യണമെങ്കിലും അതിന്റെ മുമ്പ് ഇൽമ് നമ്മൾ പരതി കണ്ടുപിടിച്ചിരിക്കണം. ഇൽമുള്ള രേഖയുള്ള കാര്യം മാത്രമേ നമ്മൾ പറയാവൂ, അല്ലാത്തത് നമ്മൾ പറയാൻ പാടില്ല. ഇൽമുള്ള കാര്യമേ നമ്മൾ ചെയ്യാവൂ, രേഖയുള്ള കാര്യങ്ങളെ ചെയ്യാവൂ, അല്ലാത്തത് ചെയ്യാൻ പാടില്ല. ഇതിന് അദ്ദേഹം തെളിവ് കൊടുത്തിരിക്കുന്നത് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ തന്നെ ഖൗലാണ്, വചനമാണ്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ വചനം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. ചുവന്ന മഷിയിൽ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ വായിക്കാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനാൽ നീ അറിയുക, ഇൽമ് നേടുക. ആദ്യം അതാണ്. എന്തിന്റെ കാര്യത്തിൽ ഇൽമ് നേടുക? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അന്നഹു